ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജിയിലെ ഡിസ്കവറി ഇറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ 3 സയൻറ്റിസ്റ്റിനെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജി പാർട്ട് 2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രാൻസിഷൻ ഇറയിൽ കുറച്ച് ഡീറ്റെയിൽസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസിഷൻ ഇറയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിരുന്നു ആരൊക്കെയാണ് ട്രാൻസിഷൻ ഇറയിൽ വരുന്ന സയൻറ്റിസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത് ഫ്രാൻസിസ്കോ റെഡ്ഡി. ഓക്കെ, ഫ്രാൻസിസ്കോ റെഡ്ഡി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണ്. ഹി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ചാലഞ്ച് ദ തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ. ആദ്യമായിട്ട് അരിസ്റ്റോട്ടിലിൻ്റെ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിയെ ചോദ്യം ചെയ്ത ആളാണ് നമ്മുടെ ഫ്രാൻസിസ്കോ റെഡ്ഡി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തിയറി കറക്റ്റ് അല്ല, ലിവിങ് തിങ്സ് ഉണ്ടാവുന്നത് നോൺ ലിവിങ് തിങ്സിൽ നിന്നായിരുന്നു എന്നാണ് സ്പോണ്ടേനിയസ് തിയറിയിൽ പറഞ്ഞത്. പക്ഷെ അത് അങ്ങനെ അല്ല എന്നുള്ളൊരു കണ്ടുപിടുത്തവുമായി മുന്നോട്ട് വന്ന ആദ്യത്തെ വ്യക്തിയാണ് ഫ്രാൻസിസ്കോ റെഡ്ഡി. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഷോ ദാറ്റ് മാഗറ്റ്സ് വുഡ് നോട്ട് അറൈസ് ഫ്രം ഡീക്കേയിങ് മീറ്റ് വെൻ ഇറ്റ് ഈസ് കവേർഡ്. അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് ചെയ്തു, റെഡ്ഡീൻ്റെ എക്സ്പെരിമെന്റ് ചെയ്തിരുന്നു. ആ എക്സ്പെരിമെന്റിൽ അദ്ദേഹം കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ മീറ്റ് പാർട്ടിക്കിൾസ് തുറന്നു വെച്ചിട്ട് അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് ചെയ്തു, മീറ്റ് പാർട്ടിക്കിൾസ് അടച്ചു വെച്ചിട്ട് എക്സ്പെരിമെന്റ് ചെയ്തു. അപ്പോൾ അതിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കിയത് അടച്ചു വെച്ച മീറ്റ് പാർട്ടിക്കിളിൽ നിന്നും ഒരു ലിവിങ് തിങ്സും ഉണ്ടായില്ല, ഒരു മാഗറ്റ്സോ ഫ്ലൈസോ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അതിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലായത് നോൺ ലിവിങ് തിങ്ങിൽ നിന്നും ഒരു വസ്തു ഉണ്ടാകണം, ലിവിങ് ആയിട്ടുള്ള ഒരു വസ്തു ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അടച്ചു വെച്ച മീറ്റിൽ നിന്നും ഉണ്ടാകണമായിരുന്നു. അപ്പോൾ ഇവിടെ അത് നടന്നിട്ടില്ല. അപ്പോൾ അതിൽ നിന്നും ആണ് അദ്ദേഹം സ്പോണ്ടേനിയസ് ജനറേഷനെ ചലഞ്ച് ചെയ്തത്. ലിവിങ് തിങ്സ് ഒരു കാരണവശാലും നോൺ ലിവിങ് തിങ്സിൽ നിന്നും അല്ല ഉണ്ടായത് എന്നാണ് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ, സോ ഹി വാസ് ഫൗണ്ടേഷൻ ഓഫ് എക്സ്പെരിമെന്റൽ ബയോളജിക്ക് ഒരു തുടക്കം കുറിച്ച വ്യക്തിയാണ്. ഹി ഡിസ്ക്രൈബ്ഡ് ഓവർ 180 പാരസൈറ്റ് സ്പീഷീസ്. അദ്ദേഹം അക്കാലത്ത് 180-ൽ പരം പാരസൈറ്റ്സിനെ ഐഡന്റിഫൈ ചെയ്തു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളിപ്പോൾ നമുക്ക് ഫേമസ് മീൻസ് നമ്മൾ അറിയപ്പെടുന്ന 2 പാരസൈറ്റ്സ് ആണ് അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സും ഫാഷിയോള ഹെപ്പാറ്റിക്കയും. അപ്പോൾ അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സും ഫാഷിയോള ഹെപ്പാറ്റിക്കയൊക്കെ അത്രയും വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ ഫ്രാൻസിസ്കോ റെഡ്ഡി ഡിസ്ക്രൈബ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഓർത്തു വെക്കേണ്ടത്. നെക്സ്റ്റ് പേഴ്സൺ ഇൻ ദ ട്രാൻസിഷൻ ഇറ എന്ന് പറയുന്നത് ജോൺ നീതം ആണ്. ജോൺ നീതം. അപ്പോൾ അദ്ദേഹം ഹി വാസ് എ സപ്പോർട്ടർ ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി. അദ്ദേഹം സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിയെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്, ഡിസ്പ്രൂവ് ചെയ്ത ഒരാളല്ല. സോ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ പ്രപ്പോസ് ദാറ്റ് ടൈനി ഓർഗാനിസംസ് അറോസ് സ്പോണ്ടേനിയസ്ലി ഓൺ ദി മട്ടൺ ഗ്രേവി. അതായത് അദ്ദേഹം മട്ടൺ ഗ്രേവിയിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചത് മട്ടൺ ഗ്രേവിയിൽ നിന്ന് തന്നെ ടൈനി ഓർഗാനിസംസ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ശരിയാണ്, തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ കറക്റ്റ് ആണെന്നാണ് നമ്മുടെ ജോൺ നീതം പ്രൂവ് ചെയ്തത്. He covered the flask with cork as done by Reddy. Still the microbes appeared on mutton broth. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഫ്രാൻസിസ്കോ റെഡ്ഡി പറഞ്ഞതുപോലെ അദ്ദേഹം മട്ടൺ ബ്രോത്ത് വെച്ച് ചെയ്ത എക്സ്പെരിമെന്റിലും കവർ ചെയ്തിരുന്നു. പക്ഷെ ആ കവർ ചെയ്തപ്പോഴും അതിനകത്ത് ടൈനി ഓർഗാനിസംസ് ഉണ്ടായി. അതുകൊണ്ട് ലിവിങ് തിങ്സിൽ നിന്നും മീൻസ് നോൺ ലിവിങ് തിങ്സിൽ നിന്നുമാണ് ലിവിങ് തിങ്സ് ഉണ്ടാവുന്നത് എന്നുള്ളത് അദ്ദേഹം ഉറപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഹി വാസ് എ സപ്പോർട്ടർ ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി. ബട്ട് നമ്മൾ നേരത്തെ പഠിച്ച ആള് ആരായിരുന്നു? ഫ്രാൻസിസ്കോ റെഡ്ഡി. അദ്ദേഹം സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി പ്രോപ്പർ അല്ല എന്ന് ചലഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അത് രണ്ടും നമ്മളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ലസാരോ സ്പെലൻസാനിയെ കുറിച്ചിട്ടാണ്. ലസാരോ സ്പെലൻസാനി എന്ന് പറയുന്നത് ഹി ഡിസ്പ്രൂവ്ഡ് ദ തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ. അദ്ദേഹവും സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിയെ ഡിസ്പ്രൂവ് ചെയ്യുകയുണ്ടായി. by showing that microbes come from the air, not from life force. മൈക്രോബ്സ് ഉണ്ടാവുന്നത് എയറിൽ നിന്നുമാണ്, മറ്റ് നോൺ ലിവിങ് തിങ്സ് അങ്ങനെ ഒന്നും ഉണ്ടാവുന്നില്ല, എയറിൽ നിന്നുമാണ് മൈക്രോബ്സ് ഉണ്ടാകുന്നതെന്നായിരുന്നു ലസാരോ സ്പെലൻസാനിയുടെ കണ്ടുപിടുത്തം. അപ്പോൾ അതിൽ ഹി ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് എയർ ക്യാരിഡ് ജേംസ് ടു ദി കൾച്ചർ മീഡിയം. എയർ ആണ് കൾച്ചർ മീഡിയത്തിലേക്ക് ജേംസിനെ കൊണ്ടുവരുന്നത്. ആൻഡ് ഷോഡ് ദാറ്റ് ബോയിൽഡ് ബ്രോത്ത് വുഡ് നോട്ട് ഗീവ് റൈസ് ടു മൈക്രോ ഓർഗാനിസംസ്. അതായത് തിളപ്പിക്കുന്ന ബോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു മൈക്രോ ഓർഗാനിസവും ആ ബ്രോത്തിൽ വളരില്ല എന്നാണ് നമ്മുടെ ലസാരോ സ്പെലൻസാനി കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ അദ്ദേഹവും അതുപോലെ തന്നെ ഫ്രാൻസിസ്കോ റെഡ്ഡിയും അവരുടെ എക്സ്പെരിമെന്റിലൂടെ സ്പോണ്ടേനിയസ് തിയറിനെ ഡിസ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്തത്. നെക്സ്റ്റ് കംസ് എഡ്വേർഡ് ജെന്നർ. അപ്പോൾ എഡ്വേർഡ് ജെന്നറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും, വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള മൈക്രോബയോളജിൻ്റെ ഒരു സയൻറ്റിസ്റ്റാണ് എഡ്വേർഡ് ജെന്നർ. അപ്പോൾ ജെന്നറാണ് ഫസ്റ്റ് സ്മോൾ പോക്സ് വാക്സിൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ, അതായത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു വളരെ ഡെഡ്ലി ആയിട്ടുള്ള ഒരു ഡിസീസ് ആയിരുന്നു സ്മോൾ പോക്സ്. അപ്പോൾ
അപ്പോൾ ആ ഒരു അസുഖത്തിൻ്റെ ഒരു വാക്സിൻ പോലെ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നതും അതിനൊരു വാക്സിൻ കണ്ടുപിടിച്ചതും നമ്മുടെ എഡ്വേർഡ് ജെന്നർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഹി യൂസ്ഡ് കൗപോക്സ് മെറ്റീരിയൽ. കൗപോക്സ് മെറ്റീരിയൽ, അതായത് പശുവിന് അസുഖം കോസ് ചെയ്യുന്ന പോക്സ്, അത് ആ മെറ്റീരിയൽ എടുത്തു. എന്നിട്ട് അതിൽ നിന്നും സ്മോൾ പോക്സിന് വാക്സിൻ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹി വാസ് ദ ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി ആര് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവാം. ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി, നമ്മൾ നേരത്തെ ഫാദർ ഓഫ് മൈക്രോബയോളജി ആന്റണി വോൺ ലിവൻഹുക്ക് എന്ന് പറഞ്ഞ പോലെ ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ എഡ്വേർഡ് ജെന്നർ ആണ്. അപ്പോൾ ജെന്നർ മെയിനായിട്ട് ജെന്നറിൻ്റെ വർക്ക്സ് എല്ലാം വാക്സിനേഷനെ കുറിച്ചും അതുപോലെ തന്നെ ഡിസീസ് പ്രിവെൻഷൻ എങ്ങനെ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മുടെ എഡ്വേർഡ് ജെന്നർ പ്രൂവ് ചെയ്തിരുന്നത്. നെക്സ്റ്റ്, ഫസ്റ്റ് വാക്സിൻ. ഓക്കെ, ഫസ്റ്റ് വാക്സിൻ കണ്ടുപിടിച്ചത് ആര് എന്നുള്ളതാണ്. ഫസ്റ്റ് വാക്സിൻ ആണ് സ്മോൾ പോക്സ് വാക്സിൻ. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, അത് എഡ്വേർഡ് ജെന്നർ ആണ് കണ്ടുപിടിച്ചത്. ഹി കണ്ടക്റ്റഡ് ആൻഡ് എക്സ്പെരിമെന്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം ഈ ഫസ്റ്റ് വാക്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തത് ആരിലാണെന്നുള്ള ചോദ്യമാണ്. ജെയിംസ് ഫിപ്സ് എന്ന് പറയുന്ന 8 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി, ആ കുട്ടിയിലാണ് ആദ്യമായിട്ട് അദ്ദേഹം ഈ വാക്സിൻ പരീക്ഷണം നടത്തിയത്, ഒരു എക്സ്പെരിമെന്റ് ചെയ്തത്. അപ്പോൾ സാറാ നെർംസ് എന്ന് പറയുന്ന ഒരു മിൽക്ക് മെയ്ഡിൽ നിന്നും അവരിൽ നിന്നും കൗപോക്സ് മെറ്റീരിയൽ എടുത്തിട്ട് നമ്മുടെ ജെയിംസ് ഫിപ്സ് എന്ന് പറയുന്ന 8 വയസ്സ് പ്രായമുള്ള കുട്ടിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിൻ്റെ ഒരു പിക്ചർ ഫേമസ് ആണ്. അപ്പോൾ ആ കുട്ടീൻ്റെ കയ്യിലേക്ക് ജെന്നർ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു പിക്ചർ നമുക്ക് നെറ്റിൽ നോക്കിയാൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ അദ്ദേഹത്തിൻ്റെ ലെഗസി എന്ന് പറയുന്ന ഫസ്റ്റ് സയൻറ്റിഫിക് ഇമ്മ്യൂണൈസേഷൻ കൊണ്ടുവന്ന അദ്ദേഹമാണ്. പിന്നെ ഈ വാക്സിൻ എന്നുള്ള പേര് എങ്ങനെ വന്നു അത് എന്നുള്ള കാര്യമാണ് നെക്സ്റ്റ് പറയുന്നത്. അതിൻ്റെ ടേം ഒറിജിൻ, വാക്സിനേഷൻ എന്നുള്ള ടേം ഉദ്ദേശിക്കുക വക്ക എന്ന് പറയുന്ന വാക്കിൽ നിന്നുമാണ്. വക്കേൻ്റെ മീനിങ് കൗ എന്നാണ്. ഓക്കെ, കൗപോക്സ് മെറ്റീരിയൽ എടുത്തിട്ടാണല്ലോ സ്മോൾ പോക്സ് വാക്സിൻ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് നമ്മൾ വാക്സിനേഷൻ എന്നുള്ളൊരു വാക്ക് ഉത്ഭവിച്ചത്. നെക്സ്റ്റ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് മൈക്രോബയോളജി തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ലൂയിസ് പാസ്റ്റർ. പാസ്റ്ററിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ലൂയിസ് പാസ്റ്ററിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1822 മുതൽ 1895 വരെയാണ്. ഹി ഈസ് ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി. മോഡേൺ മൈക്രോബയോളജിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നതാണ് ലൂയിസ് പാസ്റ്റർ. ഓക്കെ, അപ്പം ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് പറയുന്നത് ആന്റോൺ വാൻ ലുവൻഹൂക്കും, ഫാദർ ഓഫ് പ്രോട്ടോസുവോളജിയും ആന്റോൺ വാൻ ലുവൻഹൂക്കാണ്. ബട്ട് ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി എന്നറിയപ്പെടുന്നത് ലൂയിസ് പാസ്റ്റർ ആണ്. ഓക്കെ, ലൂയിസ് പാസ്റ്റർ എന്ന് പറയുന്നത് ഹി വാസ് എ ഫ്രഞ്ച് കെമിസ്റ്റ് ആൻഡ് മൈക്രോബയോളജിസ്റ്റ്. അതുപോലെ തന്നെ ഫ്രാൻസിലെ ലിലി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലെ കെമിസ്ട്രീൻ്റെ പ്രൊഫസറായിരുന്നു. ഓക്കെ, അദ്ദേഹം ഫ്രാൻസിലെ ഒരു കെമിസ്ട്രി പ്രൊഫസറായിരുന്നു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് 1 by 1 നമുക്ക് നോക്കാം. ഫസ്റ്റ്, ജേം തിയറി ഓഫ് ഡിസീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് 1861 ജേം തിയറി കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ജേം തിയറി എന്താ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ, ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് മൈക്രോ ഓർഗാനിസംസ് കോസ് ഡിസീസ്. നമുക്ക് അസുഖം ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചെറിയ ചെറിയ ജീവികളാണ്, മൈക്രോ ഓർഗാനിസംസ് ആണ് നമുക്ക് ഡിസീസ് കോസ് ചെയ്യുന്നതെന്നായിരുന്നു അദ്ദേഹം കണ്ടുപിടിച്ചത്. അതാണ് ജേം തിയറി ഓഫ് ഡിസീസ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസത്തിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ ഹി പ്രൂവ്ഡ് ആൻഡ് ഡിസ്പ്രൂവ്ഡ് തിയറി. ചില തിയറികൾ പ്രൂവ് ചെയ്യുകയും ചില തിയറികൾ ഡിസ്പ്രൂവ് ചെയ്യുകയും ചെയ്തു. അതിൽ ആദ്യത്തേത് ഹി പ്രൂവ്ഡ് ദ തിയറി ഓഫ് ബയോജെൻസിസ്. ബയോജെൻസിസ് തിയറി പ്രൂവ് ചെയ്തു. ബയോജെൻസിസ് എന്താ പറയാന്ന് വെച്ചാൽ ലൈഫ് ഒറിജിനേറ്റ്സ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ്. അതായത് എപ്പോഴും ജീവൻ ഉണ്ടാവുന്നത് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജീവനിൽ നിന്നും മാത്രം, ഒരു ലിവിങ് തിങ്ങിൽ നിന്നും മാത്രമേ മറ്റൊരു ലിവിങ് തിങ് ഉണ്ടാവൂ എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. ആൻഡ് അതാണ് ബയോജെൻസിസ്. ഓക്കെ, ദെൻ ഡിസ്പ്രൂവ്ഡ് ദി തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്വാൻ നെക്ക് ഫ്ലാസ്ക് എക്സ്പെരിമെന്റ്. ഒരു സ്വാൻ നെക്ക് ഫ്ലാസ്ക് ഉപയോഗിച്ച് ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ട് അരിസ്റ്റോട്ടലിന്റെ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിനെ അദ്ദേഹം ഡിസ്പ്രൂവ് ചെയ്തു. നമുക്ക് ആ തിയറി ജസ്റ്റ് ഒന്ന് നോക്കാം, ആ ഒരു എക്സ്പെരിമെന്റ് ഒന്ന് നോക്കാം. അതിനു മുന്നേ വേറെ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് അദ്ദേഹം ചെയ്തതെന്ന് പറയാം. ഒന്ന്, ഫെർമെന്റേഷൻ. ഫെർമെന്റേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന അദ്ദേഹം തന്നെയാണ്. He worked on storing wine, beer and found out that the alcohol spoilage is due to the growth of undesirable organism. അപ്പോൾ അദ്ദേഹം വൈൻ, ബിയർ പോലെയുള്ള ഡ്രിങ്ക്സിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ഈ പറയുന്ന വൈൻ ആയാലും അതുപോലെ തന്നെ ബിയർ ആണെന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് ആൽക്കഹോളിനെ സ്പോയിലേജ് വരുത്തുന്നത്, നശിപ്പിക്കുന്നത് മൈക്രോ ഓർഗാനിസംസ് ആണ്.
ബട്ട് സം ഡിസൈറബിൾ ഓർഗാനിസംസ് ആൽക്കഹോളിനെ ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രോസസ്സാണ് ഫെർമെൻറ്റേഷൻ എന്നാണ് കണ്ടുപിടിച്ചത്. അതായത് ചില മൈക്രോ ഓർഗാനിസംസ് ആൽക്കഹോളിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഉണ്ടാക്കിയാൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫെർമെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇസ് നമ്മൾ പോകുന്നത് ഇൻട്രൊഡ്യൂസ് ദ പാസ്ചറൈസേഷൻ ടെക്നിക്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് ആ ടെക്നിക്കിന് കൊടുത്തത്. പാസ്ചറൈസേഷൻ ടെക്നിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ he found that wine is not spoiled if it is heated at 50 to 60 degrees Celsius. 50 മുതൽ 60 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ വൈനിനെ ചൂടാക്കിയാൽ ആ വൈൻ നശിച്ചു പോയില്ല. ആൻഡ് ഒരു 5 മിനിറ്റ്സ് നമ്മൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ദിസ് മെത്തേഡ് ഈസ് കോൾഡ് പാസ്ചറൈസേഷൻ. ആ മെത്തേഡിനാണ് അദ്ദേഹം പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത്. ഇപ്പോൾ ഈ മെത്തേഡ് നമ്മളൊരു സ്റ്റെറിലൈസേഷൻ മെത്തേഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ അതുപോലെ ഡയറി യൂണിറ്റ്സിൽ മിൽക്കിൻ്റെ സ്റ്റെറിലൈസേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ മിൽക്കിൻ്റെ സ്റ്റെറിലൈസേഷനിൽ നമ്മൾ ഫ്ലാഷ് മെത്തേഡ് ഓഫ് പാസ്ചറൈസേഷൻ, ഹോൾഡർ മെത്തേഡ് ഓഫ് പാസ്ചറൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ ക്ലാസ്സുകൾക്ക് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ആൻഡ് ഹി ഇൻവെന്റഡ് സ്റ്റീം സ്റ്റെറിലൈസർ, ഓട്ടോക്ലേവ്, ഹോട്ട് എയർ ഓവൻ. മൈക്രോബയോളജിയിൽ ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഇക്വിപ്മെൻറ്റ്സ് ഓർ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഓട്ടോക്ലേവും അതുപോലെ തന്നെ ഹോട്ട് എയർ ഓവനും. ഇത് രണ്ടും നമ്മൾ സ്റ്റെറിലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആ 2 ഇൻസ്ട്രുമെൻറ്റ്സും സ്റ്റീം സ്റ്റെറിലൈസറും ഒക്കെ കണ്ടുപിടിച്ച വ്യക്തി ലൂയിസ് പാസ്റ്റർ ആണ്. And he differentiated aerobic and anaerobic bacteria and termed the term aerobe and anaerobe. അപ്പോൾ എയറോബിക് അനേറോബിക് എന്നുള്ള 2 തരത്തിലുള്ള ബാക്ടീരിയ ഉണ്ട്. എയറിൻ്റെ പ്രസൻസിൽ മാത്രം സർവൈവ് ചെയ്യുന്ന ബാക്ടീരിയ ആണ് എയറോബിക്. എയറിൻ്റെ പ്രസൻസിൽ ഇല്ലാണ്ട് ഉള്ള ബാക്ടീരിയ ആണ് അനേറോബിക് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ചു. അപ്പോൾ എയറിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രം ലീവ് ചെയ്യുന്നതാണ് എയറോബിക്. അനേറോബിക് ആണെങ്കിൽ എയറിൻ്റെ പ്രസൻസ് ആവശ്യമില്ല. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതും അദ്ദേഹമായിരുന്നു. ആ 2 ടേംസ് കൊണ്ടുവന്നതും ലൂയിസ് പാസ്റ്റർ ആണ്. He introduced the use of cotton plugs to prevent contamination in culture media. കൾച്ചർ മീഡിയയിൽ കോട്ടൺ പ്ലഗ്സ് എന്നുള്ള ഒരു സംഭവം കോൺസെപ്റ്റ്, അതായത് കോട്ടൺ പ്ലഗ് ചെയ്തില്ലെങ്കിൽ കണ്ടാമിനേഷൻ ഉണ്ടാവുമെന്നും കോട്ടൺ പ്ലഗ് ചെയ്യണം, കോട്ടൺ വെച്ച് നമുക്ക് ഇങ്ങനെ ട്യൂബ്സ് പ്ലഗ് ചെയ്യാമെന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ലൂയിസ് പാസ്റ്റർ ആണ്. He worked on silkworm disease, pebrine disease എന്നും നമ്മൾ അതിനെ പറയാറുണ്ട്, caused by a protozoa and prevent the disease and saved French silk industry. അത് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തമാണ്. സിൽക്ക്വാം ഡിസീസിനെ കുറിച്ചൊരു സ്റ്റഡി നടത്തുകയും സിൽക്ക് ഇൻഡസ്ട്രിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുകയും ചെയ്തിരുന്നു. He developed a process called attenuation. Attenuation is the lowering the virulence of microorganisms. മൈക്രോ ഓർഗാനിസത്തിൻ്റെ വിർലൻസ് കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, അറ്റനുവേഷൻ എന്ന് പറയാം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ വാക്സിൻ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും, വാക്സിനിലെല്ലാം നമ്മൾ ലൈവ് ആണെങ്കിൽ അവർ അറ്റനുവേറ്റ് ചെയ്തിട്ട് മാത്രമേ കൊടുക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു അറ്റനുവേഷൻ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ലൂയിസ് പാസ്റ്റർ ആണ്. നെക്സ്റ്റ് വാക്സിനേഷൻ. എന്തൊക്കെ വാക്സിനേഷൻ ഓർ വാക്സിൻസ് ആണ് അദ്ദേഹം കണ്ടുപിടിച്ചത്? ഹി ഡെവലപ്ഡ് 3 വാക്സിൻസ്. ഫസ്റ്റ് വൺ ഈസ് റാബീസ് വാക്സിൻ. 1885 ഫസ്റ്റ് റാബീസ് വാക്സിൻ ഡിസ്കവർ ചെയ്തത് അദ്ദേഹമാണ്. പേവിഷബാധയാണ് റാബീസ്, നിങ്ങൾക്ക് അറിയായിരിക്കും. ദെൻ ആന്ത്രാക്സ് വാക്സിൻ 1881 അത്. ഫസ്റ്റ് ആന്ത്രാക്സിൻ്റെ ലൈവ് അറ്റനുവേറ്റഡ് വാക്സിൻ ആയിരുന്നു അന്ന് കണ്ടുപിടിച്ചത്. ദെൻ ചിക്കൻ കോളറ വാക്സിൻ 1880. അപ്പോൾ ഈ 3 വാക്സിൻ, കോളറ വാക്സിൻ, ആന്ത്രാക്സ് വാക്സിൻ, അതുപോലെ തന്നെ നമ്മുടെ റേബീസ് വാക്സിനും കണ്ടുപിടിച്ചത് ലൂയിസ് പാസ്റ്റർ ആണ്. ഫസ്റ്റ് വാക്സിൻസ്. Then he was the founder of Pasteur Institute. Pasteur Institute 1887 പാരീസിൽ ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് അദ്ദേഹമാണ്. അന്ന് അത് മീൻസ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം മാസ് ആൻറ്റി റാബീസ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഹി ഗവ് ദി ടീം വാക്സിൻ എന്നുള്ള പേര് കൊണ്ടുവന്ന അദ്ദേഹമാണ്. എഡ്വേർഡ് ജെന്നറിനെ ഹോണർ ചെയ്തുകൊണ്ട് തന്നെയാണ് ആ പേര് കൊണ്ടുവന്നത്. വക്ക മീനിങ് കൗ ഇൻ ഹോണർ ഓഫ് എഡ്വേർഡ് ജെന്നർ. എഡ്വേർഡ് ജെന്നറാണ് ഫസ്റ്റ് സ്മോൾ പോക്സ് വാക്സിൻ കണ്ടുപിടിച്ചത്. ഫസ്റ്റ് വാക്സിൻ കണ്ടുപിടിച്ചത് ജെന്നറാണ്. ബട്ട് വാക്സിൻ എന്നുള്ള ടേം കൊണ്ടുവന്നത് ലൂയിസ് പാസ്റ്റർ ആണ്. ഇനി നമ്മൾ സ്വാൻ നെക്ക് ഫ്ലാസ്ക് എക്സ്പെരിമെന്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. അത് ലൂയിസ് പാസ്റ്റർ ആണ് കണ്ടുപിടിച്ചതെന്ന് മാത്രം ഓർത്തിരിക്കുക. ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷന് വേണ്ടി പറയാം. തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷനെ ഡിസ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു സ്വാൻ നെക്ക് ഫ്ലാസ്ക്, അതായത് ഒരു സ്വാനിനെ പോലെ കഴുത്തുള്ള ഒരു ഫ്ലാസ്ക് എടുത്തു. അപ്പോൾ ആ ഫ്ലാസ്കിൽ നിന്നിട്ട് ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ളൊരു ബ്രോത്ത് ആഡ് ചെയ്തു. ദെൻ ഹി ബോയിൽഡ്, എന്നിട്ട് ആ ബ്രോത്തിനെ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസം അതിലുണ്ടെങ്കിൽ അത് ചത്തുപോകാൻ വേണ്ടിയിട്ട് ബോയിൽ ചെയ്തു. ബോയിൽ ചെയ്ത ശേഷം അതിനെന്ത് ചെയ്തു, സീൽ ചെയ്തു. ഓക്കെ, ദ ഫ്ലാസ്ക് ആർ ദെൻ സീൽഡ് വിത്ത് എ കർവ്ഡ് സ്വാൻ ലൈക്ക് നെക്ക് വിച്ച് അലൗസ് എയർ ഓൺലി ആൻഡ് പ്രിവെന്റ് ഡസ്റ്റ് ആൻഡ് കണ്ടാമിനേഷൻ. അദ്ദേഹം ആ നെക്കിനെ ജസ്റ്റ് ഇങ്ങനെ സ്വാൻ പോലെ ആക്കി വെച്ചു. അപ്പോൾ അതിനകത്ത് എയറും ഡസ്റ്റോ പാർട്ടിക്കിൾസോ ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ബട്ട് എയർ അകത്തേക്ക് കയറും, എയർ മാത്രമേ ഉള്ളിലേക്ക് ആ നെക്കിലൂടെ കയറുള്ളൂ.
ചില ഫ്ലാസ്ക് ഒന്നും ചെയ്യാണ്ട് അങ്ങനെ തന്നെ അൺടച്ച്ഡ് ആയിട്ട് വെച്ചു. ചിലതിനെ കുറച്ച് മൈക്രോ ഓർഗാനിസം ഇട്ട് അയാൾ തന്നെ പുള്ളി തന്നെ കണ്ടാമിനേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ എന്നിട്ട് നെക്ക് ഒടിക്കുകയാണ് ചെയ്തത്. ഇതാണ് ആ എക്സ്പെരിമെന്റ്. ഫസ്റ്റ് നിങ്ങൾക്ക് കാണാം, ഈ ഒരു നെക്കിനെയാണ് നമ്മൾ സ്വാൻ നെക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ബോയിൽ ചെയ്തു, സ്വാൻ നെക്ക് ആയിരുന്നു. അപ്പം എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഗ്രോത്ത് ഒന്നും തന്നെ ഉണ്ടായില്ല. നെക്സ്റ്റ് ബോയിൽ ചെയ്ത് നെക്ക് ബ്രേക്ക് ചെയ്ത് വെച്ചു, അതിൽ മൈക്രോബ്സ് ഗ്രോ ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എയർ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ കയറൂ, ഡസ്റ്റോ വേറെ ഒരു പാർട്ടിക്കിൾസും കയറില്ല. ബട്ട് സെക്കൻഡ് കേസിൽ ഓപ്പൺ ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ഡെസ്കും മറ്റു എല്ലാ പാർട്ടിക്കിൾസും അതിലേക്ക് മൈക്രോ ഓർഗാനിസം എല്ലാം എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്നുമാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ലിവിങ് ആയിട്ടുള്ള ഇതിൽ നിന്നും മാത്രമേ ഉണ്ടാവൂ, ഇതിൽ നിന്നും ഉണ്ടായില്ലല്ലോ. അത് അങ്ങനെയാണ് അദ്ദേഹം തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷനെ ഡിസ്പ്രൂവ് ചെയ്തത്. ഇതാണ് ഫേമസ് ആയിട്ടുള്ള സ്വാൻ നെക്ക് എക്സ്പെരിമെന്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് പറയുന്നത് സ്വാൻ നെക്ക് ഫ്ലാസ്ക് അൺടച്ച് ചെയ്ത് വെച്ചിരുന്ന, ഒന്നും ചെയ്യാണ്ട് ഇട്ടിരുന്ന സ്വാൻ നെക്ക് ഫ്ലാസ്ക് സ്റ്റെറൈലായിരുന്നു, മൈക്രോബിയൽ ഗ്രോത്ത് ഒന്നും ഉണ്ടായില്ല. ഇനി ഡസ്റ്റോ മൈക്രോ ഓർഗാനിസോ കണ്ടാമിനേറ്റഡ് ആയതിൽ സിഗ്നിഫിക്കൻറ്റ് ഗ്രോത്ത് കാണാൻ പറ്റി. കർവ്ഡ് നെക്ക് ഫ്ലാസ്ക് ചെയ്തതിൽ കണ്ടാമിനേഷൻ ഉണ്ടായിരുന്നില്ല. കർവ്ഡ് നെക്ക് കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്തു. സോ ഇതിൽ നിന്നും ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് മൈക്രോ ഓർഗാനിസംസിന് പെട്ടെന്ന് സ്പോണ്ടേനിയസ്ലി ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ എക്സ്പെരിമെന്റ് ജേം തിയറിനെയാണ് സപ്പോർട്ട് ചെയ്തത്. നമുക്ക് ഒരു ഡിസീസ് കോസ് ചെയ്യുന്നത് ജേംസ് ആണ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അതിലേക്ക് എത്തിയത്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ലൂയിസ് പാസ്റ്ററിനെ കുറിച്ച് ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ പിന്നെ നമ്മൾ ഇനി അടുത്ത സയൻറ്റിസ്റ്റ് ജോൺ ടിഞ്ചൽ ആണ്. ഇപ്പോൾ ജോൺ ടിഞ്ചൽ എന്ന് പറയുന്നത് ഹി ഡിസ്കവേർഡ് ഹൈലി റെസിസ്റ്റന്റ് ബാക്ടീരിയൽ സ്ട്രക്ചർ. അതായത് അദ്ദേഹം കണ്ടുപിടിച്ചത് എൻഡോസ്പോറുകളായിരുന്നു. ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന എൻഡോസ്പോർസ് ആണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. ഹൈലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബാക്ടീരിയയുടെ ഒരു സ്ട്രക്ചറാണ് എൻഡോസ്പോർ എന്ന് പറയുന്നത്. സോ പ്രൊലോങ്ഡ് ബോയിലിംഗ് അഥവാ നമ്മൾ ഒരുപാട് നേരം തിളപ്പിക്കുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഹീറ്റ് ചെയ്യുന്നതോ, ദിസ് വാസ് നെസസറി ടു കിൽ ദ സ്പോർസ്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ ഒരു സ്ട്രക്ചറിനെ നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആൻഡ് അതിന് വേണ്ടിയിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു പ്രോസസ്സാണ് ടിൻഡലൈസേഷൻ. അപ്പം ജോൺ ടിൻഡലാണ് ടിൻഡലൈസേഷൻ കോൺസെപ്റ്റ് കൊണ്ടുവന്നതും ഈ സ്പോർ കോൺസെപ്റ്റ് കൊണ്ടുവന്നതും സ്പോറിനെ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്ത സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് നൗ ലോർഡ് ജോസഫ് ലിസ്റ്റർ മെയിനായിട്ട് നമുക്ക് ഓർത്ത് വെക്കേണ്ട ഇമ്പോർട്ടൻറ്റ്, ഹി വാസ് എ ഫാദർ ഓഫ് ആൻറ്റിസെപ്റ്റിക് സർജറി. ആൻറ്റിസെപ്റ്റിക് സർജറീൻ്റെ ഫാദർ അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയാണ് മെയിനായിട്ട് വൂണ്ട് ഇൻഫെക്ഷനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് അദ്ദേഹം നടത്തിയിരുന്നത്. മുറിവുകൾ, അതിലുള്ള ഇൻഫെക്ഷൻസിനെ കുറിച്ചൊക്കെയുള്ള സ്റ്റഡീസ് ആയിരുന്നു അന്ന് കണ്ടക്ട് ചെയ്തിരുന്നത്. ആൻഡ് ഹി ഇൻട്രൊഡ്യൂസ് സ്പ്രേയിങ് എ ഫൈൻ മിസ്റ്റ് ഓഫ് കാർബോളിക് ആസിഡ്. അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ കാർബോളിക് ആസിഡ് എടുത്തു. കാർബോളിക് ആസിഡ് നമ്മൾ ഫീനോൾ എന്നും പറയാറുണ്ട്. ആ കാർബോളിക് ആസിഡിനെ അദ്ദേഹം സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ, അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ സ്കിൻസ്, മുറിവുണ്ടായ വൂണ്ടുകൾ, അവിടെയെല്ലാം അദ്ദേഹം എന്ത് ചെയ്തു, സ്പ്രേ ചെയ്തു. എന്നിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചു, അങ്ങനെ ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത ടൈമിലൊക്കെ സർജറി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് കുറയുന്നത് അദ്ദേഹം കണ്ടുപിടിച്ചു. അപ്പം അങ്ങനെ അതായത് സർജറി ടൈമിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് വരുന്ന വൂണ്ട് ഇൻഫെക്ഷൻസിൻ്റെ റെഡ്യൂസ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സോ റിസൾട്ട് എന്ന് പറഞ്ഞാൽ സർജിക്കൽ മോർട്ടാലിറ്റി റേറ്റ് 45 to 15% അദ്ദേഹത്തിന് കുറയ്ക്കാൻ കഴിഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ലിസ്റ്ററൈൻ ആൻറ്റിസെപ്റ്റിക് ആയിട്ടുള്ള മൗത്ത് വാഷ് എല്ലാം അദ്ദേഹത്തിൻ്റെ പേര് ഓണർ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്, ജോസഫ് ലിസ്റ്ററിൻ്റെ പേര്. അപ്പോൾ ജസ്റ്റ് ഓർത്ത് വെക്കേണ്ടത് ജോസഫ് ലിസ്റ്റർ ഈസ് നോൺ ആസ് father of, he is known for father of antiseptic surgery.